ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 57. ബസ് ഇറങ്ങി നടക്കുമ്പോൾ പരിഭ്രമത്തോടെ അവളുടെ കണ്ണുകൾ നാലുപാടും ആർക്കോ വേണ്ടി പരതി. പ്രതീക്ഷാൾ അവിടെയൊന്നുമില്ല എന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ഒരു ദീർഘനിശ്വാസം എടുത്തു. അവളുടെ ചുടികളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു മുന്നോട്ട് നടന്നതും അടുത്തു വരുന്ന ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകളിൽ പരിഭ്രമം നിറഞ്ഞു. അവളുടെ ചുണ്ടിനു മുകളിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൾക്ക് ഒരടി മുന്നോട്ട് നടക്കാൻ കഴിയാത്ത വിധം കാലുകൾ തളർന്നുപോയി. ബുള്ളറ്റ് തനിക്ക് മുന്നിൽ കൊണ്ടു നിർത്തുന്നതും അതിലിരിക്കുന്ന ആൾ അതിൽ നിന്നും ഇറങ്ങി വണ്ടിയിൽ ചാരി നിൽക്കുന്നതും എല്ലാം തല കുമ്പിട്ട് നിലത്ത് നോക്കി നിൽക്കുന്നതിനിടയിലും അവൾ അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും മുഖം ഉയർത്തി അവനെ നോക്കുവാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നിട്ടും മുന്നിൽ നിൽക്കുന്നവന് ഒരനക്കവും ഇല്ലെന്ന് മനസ്സിലായതും എന്നത്തെയും പോലെ മുഖം ഉയർത്തി താൻ ആളെ ഒന്നും നോക്കാതെ മുന്നിൽ നിന്നും അവൻ മാറില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം കണ്ണടച്ചതും മനസ്സിൽ രണ്ടുപേരെ കുറിച്ച് ഓർത്തതും കുറച്ച് ധൈര്യം കിട്ടി അവൾക്ക്. അതേ ധൈര്യത്തോടെ അവൾ അവനെ മുഖം ഉയർത്തി നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ അറിയാതെ വിടർന്നുപോയി. എന്നാൽ അവൻ അത് കാണാതെ ഇരിക്കുവാനായി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി. എങ്കിലും അവളെ തന്നെ നോക്കി നിന്നവൻ അവളുടെ കണ്ണുകളിലെ തിളക്കവും കണ്ടിരുന്നു. അത് അവന്റെ ചുടികളിൽ ചെറിയൊരു പുഞ്ചിരി വിരിയിച്ചു. അതേ ചിരിയോടെ അവൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കി അവളുടെ മുന്നിൽ നിന്നും കുറച്ചു മാറ്റി നിർത്തി ഓഫാക്കി. തനിക്ക് പോകാനുള്ള അനുവാദം കിട്ടിയതും അവൾ അവനെ നോക്കാതെ മുന്നോട്ട് നടന്നു. നടന്നു പോകുന്നവളെ തന്നെ നോക്കി നിന്നവന്റെ തോളിൽ ആരോ തട്ടിയതും അവൻ തിരിഞ്ഞു നോക്കി. തനിക്ക് പിന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവന്റെ മുഖം സംശയത്താൽ ചുരുങ്ങി. എടാ, ഇയാളുടെ ഒരു കൈക്കില്ല നമ്മൾ 6 പേര്. നമുക്ക് മുട്ടണോ? പപ്പന്മാരെ വിളിച്ചാ പോരെ? കൂട്ടത്തിൽ ഏറ്റവും കലിപ്പോടെ നിൽക്കുന്നവന്റെ ചെവിയിൽ മറ്റൊരുവൻ പറഞ്ഞതും ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടം തിരിച്ചു കിട്ടിയതും അവനൊന്ന് ഇളിച്ച് അവന്റെ അടുത്തു നിന്നും കുറച്ചു മാറി നിന്നു. എന്താ? മുന്നിൽ നിൽക്കുന്നവന്റെ ഉറച്ച ശബ്ദത്തോടെയുള്ള ചോദ്യം കേൾക്കെ ഒരുവൻ ഒഴിച്ച് മറ്റുള്ള 5 പേരും ഉമിനീരിറക്കി. 6 അടിയിൽ ഒത്ത ശരീരവും വർക്കൗട്ട് ചെയ്ത് ദൃഢമായ പേശികളും പോലീസ് കട്ടിൽ വെട്ടിയൊതുക്കിയ കട്ടിയുള്ള മുടിയും പുരികങ്ങളും തുമ്പ് പിരിച്ചു വെച്ച അതിലും കട്ടിയുള്ള മീശയും അതിനൊപ്പം ഗാംഭീര്യമുള്ള ആ ശബ്ദവും എല്ലാം കൂടി കണ്ടതും അവന്മാരുടെ കിളി പറന്നു പോകുന്ന അവസ്ഥയായി. എന്താണെന്ന് ഞാൻ ചേട്ടനോടല്ലേ ചോദിക്കേണ്ടത്? കൂട്ടത്തിൽ കലിപ്പൻ ചോദിച്ചതും അവന്റെ മുന്നിലേക്ക് അവൻ കയറി നിന്നു. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. കുറച്ചു ദിവസമായി ഞങ്ങൾ കാണുന്നു ആ പോകുന്ന പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത്. എന്താ ഉദ്ദേശം? കോളേജ് പിള്ളേരുടെ പിന്നാലെ ചെക്കന്മാർ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കോളേജ് പ്രൊഫസറായ ഒരു പെൺകുട്ടിക്ക് പിന്നാലെ നടക്കാൻ നാണമില്ല ചേട്ടന്? കണ്ടിട്ട് ഒരു 28-29 വയസ്സൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ നടന്ന് സമയം കളയുന്ന നേരം വല്ല ജോലിക്ക് പോയിക്കൂടെ? പുച്ഛത്തോടെ അവൻ ചോദിച്ചതും മുന്നിൽ നിൽക്കുന്നവൻ ആ 6 പേരെയും നോക്കി. 10-17 വയസ്സ് ഉള്ളവരാണെങ്കിലും മുഖം ഗൗരവത്തിലാണ്. തന്നോടുള്ള ദേഷ്യമാണ് 6 പേരുടെയും കണ്ണിൽ. ഓ, അപ്പോ അനിയന്മാർ ചേട്ടനെ ഉപദേശിക്കാൻ വന്നതാണോ? ഓക്കെ, പക്ഷേ ഒരു ഡൗട്ട്. ഞാൻ ആ പെണ്ണിന്റെ പിന്നാലെ നടന്നാലോ അവളെ വളയ്ക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾക്കെന്താ? അവന്റെ ചോദ്യം കേട്ട് മുന്നിൽ നിൽക്കുന്ന 6 പേർക്കും ഒരുപോലെ ദേഷ്യം വന്നു. ഞങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലോ ചേട്ടാ. കാരണം നിങ്ങൾ വഴി തടഞ്ഞു നിർത്തുന്നതും ശല്യം ചെയ്യുന്നതും ഞങ്ങൾ അമ്മൂച്ചിനെയാ. ചേച്ചി മാത്രമല്ല, ഞങ്ങൾ അമ്മയുടെ സ്ഥാനമാണ് അമ്മൂച്ചിക്ക്. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാ, അമ്മൂച്ചിയുടെ പിന്നാലെയുള്ള ഈ നടത്തവും ശല്യപ്പെടുത്തലും അങ്ങ് നിർത്തിയേക്ക്. ഇല്ലെങ്കിൽ ഞങ്ങൾ 6 പേര് വിചാരിച്ചാൽ ചേട്ടനെ വീഴ്ത്താൻ അധികം സമയമൊന്നും വേണ്ട. ഞങ്ങൾ ചേച്ചിയുടെ കണ്ണ് നിറയ്ക്കുന്ന ഒന്നും ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അവന്റെ ദേഷ്യത്തോടെയുള്ള താക്കീതും കൂടെയുള്ളവരുടെ ദേഷ്യത്താൽ മുറുകിയ മുഖവും കണ്ടതും അവൻ ചിരിച്ചുപോയി. അത് കണ്ടതും കലി പൂണ്ട് 6 എണ്ണവും അവൻ അടുത്തേക്ക് പാഞ്ഞു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നവൾ തിരിഞ്ഞു നോക്കിയതും അവനെ വളഞ്ഞു നിൽക്കുന്ന 6 പേരെ കണ്ടതും കണ്ണു മിഴിഞ്ഞ് തറഞ്ഞു നിന്നു.
അവരുടെ മുഖഭാവത്തിൽ നിന്നും അവിടെ നടക്കുന്ന സംസാരം ശരിയല്ല എന്ന് തോന്നിയതും അവൾ തിരിഞ്ഞ് അവർക്കടുത്തേക്ക് ഓടി. ഒപ്പം താൻ അവർക്ക് അടുത്ത് എത്തുന്നത് വരെ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്നവൾ മനമുരുകി പ്രാർത്ഥിച്ചു. കാര്യം പറയുമ്പോൾ നിന്ന് ചിരിക്കുന്നോ? തനിക്ക് നിങ്ങൾ ആരാണെന്നോ ഞങ്ങൾ പാരന്റ്സ് ആരാണെന്നോ അറിയില്ല. അമ്മൂച്ചിനെ താൻ ശല്യപ്പെടുത്തുന്നു എന്നവർ അറിഞ്ഞാൽ തന്റെ പൊടി പോലും ബാക്കി വെക്കില്ല. അത് വേണ്ടെന്ന് കരുതിയ ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞത്. അത് ചിരിച്ചു കളഞ്ഞ് ഇനിയും ഞങ്ങളെ ചേച്ചിയെ ബുദ്ധിമുട്ടിച്ചാൽ പ്രായം മറന്ന് തന്റെ ദേഹത്ത് ഞങ്ങൾ കൈവയ്ക്കും. അവനെ പിടിച്ചു തള്ളി കൂട്ടത്തിൽ കലിപ്പൻ പറഞ്ഞതും തള്ളിയ ഊക്കിൽ ആ കലിപ്പൻ പിന്നോട്ട് നീങ്ങിയതല്ലാതെ മുന്നിൽ നിൽക്കുന്നവൻ ഒരടി അനങ്ങിയില്ല. അവനെ പിടിച്ച് തള്ളുന്നത് ദൂരത്തു നിന്ന് കണ്ടതും അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാലുകൾക്ക് പരമാവധി ബലം കൊടുത്ത് അവൾ ഓടി അവർക്കരികിലെത്തി. റയാൻസ്! ഉറച്ച ശബ്ദത്തോടെ അവൾ വിളിച്ചതും 6 പേരും തിരിഞ്ഞു നോക്കി. കണ്ണു നിറഞ്ഞ് തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അവരുടെ അമ്മൂച്ചീനെ കണ്ടതും അവളുടെ ദേഷ്യം മാറി സങ്കടം നിറഞ്ഞു. എന്നാൽ അവളുടെ കണ്ണുകൾ നിറയാനുണ്ടായ കാരണം അറിയാവുന്നവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ ചിരി കണ്ടതും അവനിൽ നിന്നും അവൾ കണ്ണുകൾ വെട്ടിച്ചു മാറ്റി. അവളിൽ പരിഭ്രമം നിറഞ്ഞു. തന്റെ കള്ളത്തരം അവൻ മനസ്സിലാക്കി കാണുമോ എന്നവൾ ഭയന്നു. 6 പേരെ വിട്ട് അവൻ അവൾക്ക് മുന്നിലേക്ക് കയറി കൈകെട്ടി നിന്നു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. മതി, ഇത്രയും മതി. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും ഞാൻ തേടിക്കൊണ്ടിരുന്ന ചോദ്യത്തിനുത്തരം ഇന്ന് നിന്റെ ഈ നിറഞ്ഞ കണ്ണുകൾ എനിക്ക് പറഞ്ഞു തന്നു. കരഞ്ഞു നിൽക്കുന്ന തങ്ങളുടെ ചേച്ചിയെ നോക്കി ചിരിച്ചുകൊണ്ട് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നവനെ കാണുകെ അവർക്ക് വീണ്ടും ദേഷ്യം വന്ന് മുന്നോട്ടാഞ്ഞതും അതിൽ ഏറ്റവും കലിപ്പനായവന്റെ കഴുത്തിലൂടെ കൈയിട്ട് തന്നോട് ചേർത്തു പിടിച്ചവൻ. അവന്റെ കൈ കുതറിയെറിയാൻ കലിപ്പൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൈകരുത്തിന് മുന്നിൽ കലിപ്പൻ തോറ്റുപോയി. അത് കണ്ടതും അവനെ രക്ഷിക്കാൻ എന്ന് വേണം 5 പേരും മുന്നോട്ട് വന്നു. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഹ, അടങ്ങളയന്മാരെ! ഞാൻ പറഞ്ഞത് എന്താണെന്ന് നല്ല വ്യക്തമായി നിങ്ങളുടെ അമ്മൂച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെന്താണെന്ന് അളിയമ്മ വീട്ടിൽ പോയി പെങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കൂ. ഇപ്പൊ എനിക്ക് പോകാനുള്ള നേരമായി. അപ്പോ എത്രയും പെട്ടെന്ന് കാണാൻ കേട്ടോ എന്റെ അളിയന്മാരെ. കാണണം. ചെറുചിരിയോടെ തന്റെ മീശത്തുമ്പ് പിരിച്ചു വെച്ച് 6 പേരെയും നോക്കി പറഞ്ഞവൻ കൈ എടുത്തു മാറ്റി അവളുടെ മുഖത്ത് നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ച് തിരിഞ്ഞു നടന്ന് വണ്ടി സ്റ്റാർട്ടാക്കി. എല്ലാവരെയും ഒന്നുകൂടി നോക്കി അവന്റെ ബുള്ളറ്റ് അവിടെ നിന്നും അകന്നുപോയി. എന്നാൽ അവന്റെ വിളിയിൽ ബോധം പോയി നിൽക്കുകയായിരുന്നു 6 പേരും. അല്ലടാ, അങ്ങേനെന്തിനാ നമ്മളെ അളയന്മാരെന്ന് വിളിച്ചത്? ആ പെങ്ങളോട് ചോദിക്കാൻ പറഞ്ഞത് എന്താ? ആ ഒന്നും മനസ്സിലാവാതെ 6 എണ്ണവും പകച്ചു തിരിഞ്ഞു നോക്കിയതും കണ്ടു ഇത്രയും നേരം കണ്ണു നിറച്ച് പൂച്ചക്കുട്ടിയായി നിന്നിരുന്നവൾ ഇപ്പോൾ ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി ഏകദേശം ഭദ്രകാളിയായി നിൽക്കുന്ന തങ്ങളുടെ അമ്മൂച്ചിനെ. അത് അമ്മൂച്ചി, ഞങ്ങൾ എന്തോ പറയുവാനായി ഒരുത്തൻ വായ തുറന്നതും കയ്യിലിരിക്കുന്ന ബാഗ് ശക്തിയിൽ നിലത്തേക്കിട്ട് അവൾ തിരിഞ്ഞു നടന്നു. തീർന്നു. അമ്മൂച്ചി കട്ട കലിപ്പിലാണല്ലോ. ഇനി എന്തു ചെയ്യും? വെപ്രാളത്തോടെ ഒരുവൻ ചോദിച്ചതും മറ്റുള്ളവരുടെ മുഖവും ദയനീയമായി. ഒന്നും ചെയ്യാനില്ല. ഇന്ന് വീട്ടിൽ എല്ലാവരും അറിയും. എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. വേഗം വീട്ടിൽ ചെന്ന് കിട്ടാനുള്ളത് വാങ്ങി വെക്കാം. അത്രയും പറഞ്ഞ് 6 സംഘം മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നതും കണ്ടു ഒരു മതിക്കെട്ടിനുള്ളിൽ ഒരുപോലെയുള്ള 3 വലിയ വീടുകൾ. 6 പേരും ഇടവും വലവും തിരിയാതെ നേരെ നടുക്കുള്ള വീട്ടിലേക്ക് കയറി. ഹാളിൽ ആരെയും കാണാഞ്ഞതും അവളൊന്നും നിശ്വസിച്ചു. അമ്മൂച്ചിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നതും പിന്നിൽ നിന്നും വിളി വന്നതും ഒരുമിച്ചായിരുന്നു. നിക്കണവിടെ! ശബ്ദം കേട്ട് 6 പേര് തിരിഞ്ഞു നോക്കി. ഇടുപ്പിൽ കൈകൊറ്റി ദേഷ്യത്തോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന 3 അമ്മമാരെ കണ്ടതും അവർ നന്നായൊന്ന് ഇളിച്ചു കാണിച്ചു. അയ്യോ ചേച്ചിയമ്മേ, കാണുന്നുണ്ടോ അവന്മാരുടെ ചിരി? ദേവുവിനെ നോക്കി അനു പറഞ്ഞതും ദേവു മുന്നിൽ നിൽക്കുന്ന 6 പേരെയും സൂക്ഷിച്ചു നോക്കി. ഇന്നും ഏതോ എടാകൂടം ഒപ്പിച്ചോണ്ട വരവ്.
കണ്ടില്ലേ, കുറച്ചു നേരത്തെ ഒരുത്തി റൂമിലേക്ക് കല്ല് തുള്ളി കയറിപ്പോയി. ഇപ്പതാ വീരശൂര പരാക്രമികൾ പൂച്ചയെ പോലെ പതുങ്ങി വരുന്നു. ഞങ്ങൾ ചോദിച്ചാൽ സത്യം അറിയില്ലല്ലോ. അതുകൊണ്ട് മക്കളോട് അവിടെ പ്രിയപ്പെട്ട ദേവമ്മ തന്നെ ചോദിച്ച കാര്യം അറിയൂ. അഞ്ജുവും വന്നതും 6 എണ്ണവും പരസ്പരം ഒന്നു നോക്കി ദേവുവിന്റെ മുന്നിൽ വന്നു നിന്നു. റയാൻസ്, ദേവു വിളിച്ചതും 6 പേരും മുഖമുയർത്തി അവളെ നോക്കി. വർഷം 17 വളരെ വേഗത്തിലാണ് കടന്നുപോയത്. ഇതിനിടയിൽ പല കാര്യങ്ങളും സംഭവിച്ചു. കിച്ചുവിന്റെയും അഞ്ജുവിന്റെയും കല്യാണം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞതും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ദേവുവും അഞ്ജുവും അനുവും ഒരേ സമയം അമ്മമാരാകാൻ പോകുന്നു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അതിലെ സന്തോഷം 3-ാം മാസത്തെ സ്കാനിങ്ങിൽ 3 പേരുടെ ഉള്ളിലും 2 ജീവനുകളുണ്ട് എന്ന വാർത്തയായിരുന്നു. കിച്ചുവും കിരണും ദേവിയും തന്റെ ഭാര്യമാരെയും പെങ്ങന്മാരെയും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ട് നടന്നു. ഒരേ ആശുപത്രിയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവർ 2 ആൺകുട്ടികൾക്ക് വീതം 6 പേർക്ക് ജന്മം നൽകി. ഡേവിഡിനും ദേവുവിനും ജനിച്ച മക്കൾക്ക് റെഹാൻ ഡേവിഡ് എന്നും ആരോൺ ഡേവിഡ് എന്നും പേരിട്ടപ്പോൾ കിരണിനും അനുവിനും തന്റെ മക്കൾക്ക് യഷ് കിരൺ എന്നും അദ്രിത് കിരൺ എന്നും പേര് നൽകി. കിച്ചുവിന്റെയും അഞ്ജുവിന്റെയും മക്കൾക്ക് നിഹാൽ കിഷോർ എന്നും സായ് കിഷോർ എന്നും പേരിട്ടു. അമ്മമോൾക്കായിരുന്നു ഏറ്റവും സന്തോഷം. സ്ഥാനം കൊണ്ട് അവൾക്ക് ചെറിയമ്മയാണെങ്കിലും അവൾക്ക് ചേച്ചിയായിരുന്നു. അമ്മു തന്നെയാണ് 6 മക്കൾക്ക് പേരും കണ്ടുപിടിച്ചത്. 6 പേരെയും ഒരുമിച്ച് വിളിക്കുവാൻ എളുപ്പത്തിന് അവരുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് റയാൻസ് എന്ന് വിളിച്ചതും അവൾ തന്നെ. ഇന്ന് 6 പേരും +1 പഠിക്കുന്നു. അതും അമ്മ പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന അതേ കോളേജിൽ. അനു ഡോക്ടറായപ്പോൾ വർഷങ്ങൾ ഇടവന്നെങ്കിലും അഞ്ജുവും ദേവുവിന്റെ ആഗ്രഹപ്രകാരം ഡോക്ടർ തന്നെയായി. ദേവു ആകട്ടെ മോക്ഷ എന്ന പേരിൽ റേപ്പ് വിക്ടിം ആയതുകൊണ്ട് അനാഥരായ പെൺകുട്ടികൾക്കും സാഹചര്യങ്ങൾ കൊണ്ട് കുറ്റം ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച സ്ത്രീകൾക്കും വേണ്ടി ഒരു ചാരിറ്റി തുടങ്ങി. അനുവും അഞ്ജുവും അവളൊപ്പം തന്നെ നിന്നു. കിച്ചുവും ദേവിയും പോലീസ് യൂണിഫോം ധരിച്ച് നീതി നടപ്പിലാക്കാൻ ഇറങ്ങിയപ്പോൾ കിരൺ അവരുടെ ബിസിനസ് വളർത്തിക്കൊണ്ടുവന്നു. അവന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഇടവും വലവൻ അവരും ഉണ്ടായിരുന്നു. ഇന്നും ഒരേ മതിൽക്കെട്ടിനുള്ളിൽ ഒരുപോലെ വീട് വെച്ച് 3 പേരും തന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നാൽ രാത്രിയായാൽ 6 പേർക്കും ഉറങ്ങണമെങ്കിൽ അവർക്ക് അവരുടെ അമ്മൂച്ചിയുടെ ഒപ്പം തന്നെ കിടക്കണം. അതുകൊണ്ട് തന്നെ രാത്രി കിടപ്പ് 6 പേരും ഡേവിയുടെ വീട്ടിൽ തന്നെയാണ്.